4 വർഷമായി തുടരുന്ന ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനായി പലതവണ ചർച്ചകളും ശ്രമങ്ങളും നടന്നിരുന്നു. എന്നാൽ ഇതുവരെ മുന്നോട്ട് വെച്ച ഒരു കരാറും അംഗീകരിക്കുവാൻ ഉക്രൈനും റഷ്യയും തയ്യാറായിട്ടില്ല. ഉക്രൈന്റെ ഭൂമി സംബന്ധിച്ച കാര്യത്തിലാണ് ധാരണയാകാത്തത്. കൂടുതൽ സെക്യൂരിറ്റി ഗ്യാരണ്ടി ഉക്രൈൻ ആവശ്യപ്പെടുന്നുണ്ട്. 2022 മുതൽ 10,000-കണക്കിന് ട്രൂപ്പുകളെ അയച്ച് റഷ്യ എല്ലാ മേഖലയിലും മുന്നേറിയതായും തങ്ങളുടെ ലക്ഷ്യം ബലം പ്രയോഗിച്ചും നയതന്ത്രത്തിലൂടെ നേടുമെന്നും പ്രതിരോധ മന്ത്രാലയത്തിന്റെ വാർഷിക മീറ്റിംഗിൽ പുടിൻ പറഞ്ഞു. തന്ത്രപരമായ വടക്കുകിഴക്കൻ മേഖലയിലെ നഗരമായ കുപിയാസ്കിന്റെ 90% പ്രദേശവും ഉക്രൈനാണ് നിയന്ത്രിക്കുന്നതെന്ന് മിലിറ്ററി മേധാവി അവകാശപ്പെടുന്നു. എന്നാൽ റഷ്യയുടെ പ്രതിരോധ മന്ത്രി പറയുന്നത് ഉക്രൈന്റെ പ്രത്യാക്രമണം വളരെ ദുർബലമായി പോയി എന്നാണ്. കുപ്പിയാൻസ്ക് റഷ്യൻ സേനയുടെ നിയന്ത്രണത്തിലാണെന്നാണ് റഷ്യയുടെ ജനറൽ സ്റ്റാഫ് ചീഫ് കഴിഞ്ഞ മാസം പുടിനെ അറിയിച്ചിരുന്നത്. എന്നാൽ ഇത് ഉക്രൈൻ നിഷേധിക്കുന്നു. അതേസമയം കാസ്പിയൻ കടലിലെ ലൂക്കോയിൽ ഗ്രാഫർ ഫീൽഡ് ഗ്യാസ് പ്ലാറ്റ്ഫോമിൽ ഉക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയതായി ഉക്രൈൻ അവകാശപ്പെട്ടു. ഇതോടെ 14 കേന്ദ്രങ്ങളിൽ നിന്നുള്ള എണ്ണ ഉൽപാദനം തടസ്സപ്പെട്ടതായും റിപ്പോർട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന നടപടി നടപ്പാക്കിയില്ല എങ്കിൽ ഉക്രൈന്റെ കൂടുതൽ ഭൂമി തങ്ങൾ ബലം പ്രയോഗിച്ച് കൈയടക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഭീഷണി മുഴക്കിയത്.